തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ, സ്വരരാഗഗംഗ പ്രവാഹമേ. Ready, 1, 2, 3, start. ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാൻ. ഒരു കാലത്ത് അക്ഷരം സ്വപ്നമായിരുന്നു. എല്ലാവർക്കും അക്ഷരം എത്താവുന്ന രൂപത്തിലല്ല, എല്ലാവർക്കും അക്ഷരം പഠിക്കാൻ പറ്റിയിരുന്നില്ല. അത് സ്വപ്നമായി വൈവിധ്യമുള്ള പുസ്തകം തേടി തൊട്ടടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ലൈബ്രറിയിൽ അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറിയിൽ, അതുമല്ലെങ്കിൽ പുറത്ത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വായനശാലയുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ധാരാളം പുസ്തകങ്ങൾ വായിക്കോ. അങ്ങനെ വായിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള തിന്മയൊക്കെ കളയോ, അന്ധവിശ്വാസം കളയോ, ചീത്ത കുട്ടികൾ അല്ലാതെ നല്ല മിടുക്കരായിട്ട് വളരോ. ഒരു പക്ഷേ നിങ്ങളുടെ അധ്യാപകർക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും നിങ്ങളിലുള്ള കഴിവ് തിരിച്ചറിയാൻ പറ്റാതെ പോയേക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് ഞാൻ എന്തായി തീരണമെന്ന് സ്വയം തീരുമാനിക്കുകയും ആ തീരുമാനത്തിനനുസരിച്ച് ഈ ഉത്തരങ്ങൾ പറഞ്ഞാൽ വിചാരിച്ചല്ലേ മനസ്സ് നന്നാവട്ടെ മുസഫ, മനസ്സ് നന്നാവട്ടെ. മുസഫ പറഞ്ഞത് വെറുതെ നമ്മൾ വളർന്നാൽ പോരാ, മനസ്സ് നന്നാവണം. മനസ്സ് നന്നാവട്ടെ ഒന്ന് പറയോ. മതമേതെങ്കിലും ആവട്ടെ, മാനവഹൃത്തി ചില്ലയില്ല മാർഗുകൾ വിടരട്ടെ. മുസഫ ഉഷാർ ഉത്തരാണ് കേട്ടോ, അടിപൊളി. അപ്പോ മനസ്സ് നന്നായ കുട്ടികളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയില്ലേ? ആകാശത്തോളം വലിയ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ എന്തായി തീരണം എന്ന സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യുമ്പോൾ ഉണക്കമുന്തിരി മുഴുവൻ നടന്നു വരുമ്പോൾ മക്കളെ എന്നും ചിരിച്ചുകൊണ്ടിരിക്കട്ടെ. വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയ കൂട്ടുകാരനെ കാണുമ്പോൾ സ്നേഹത്തോടു കൂടി എന്തെങ്കിലും കൊടുക്കണ്ടേ? കയ്യിലൊന്നുമില്ല ഡാർക്ക് ഫാന്റസിയോ മഞ്ചോ കുർക്കുറയോ പിന്നെ കുനാഫയോ ഒന്നുമില്ല കയ്യില്. ഒന്നും കൊടുക്കാനില്ലാതെ കൂട്ടുകാരൻ സങ്കടപ്പെടുമല്ലോ. അതുകൊണ്ട് വീടിനകത്ത് പോയിട്ട് ഒരു ഭരണിയിൽ കൈയിട്ട് നോക്കിയപ്പോ അവിടെ കുറച്ച് എന്ത് കിട്ടി? പൈസ ഇല്ല, ലഡു ഒന്നല്ല, അതൊന്നല്ല. ഞാൻ പറയട്ടെ ഇതൊന്നുമില്ല. ആ ഭരണിയില് കുറച്ച് അവിലുണ്ടായിരുന്നു. ഈ അവില് ഒരു പിടി അവിലെടുത്തിട്ട് മുണ്ടിന്റെ മടിയിൽ ഇങ്ങനെ കെട്ടി വെച്ചു കേട്ടോ. എന്നിട്ട് ഈ മനുഷ്യൻ തന്റെ പ്രിയ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടന്നു. അപ്പൊ ദൂരെ നിന്ന് കൊട്ടാരത്തില് ഈ പ്രിയ കൂട്ടുകാരനെ വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുന്ന വേറൊരാളുണ്ട്. അയാള് കൊട്ടാരത്തിന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ പ്രിയ കൂട്ടുകാരനെ കാണുമ്പോ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നദ വിജയ സാരഥി സാധു. ചേർത്ത് പിടിക്കുന്നു. ആരെ? ഈ കാണാൻ തന്നെ മനുഷ്യൻ. ഈ രണ്ട് കൂട്ടുകാരുടെ പേരൊന്ന് പറയൂ. ഒന്ന് കുജൽ, കൃഷ്ണൻ. ഇവരെ ഒരുമിച്ച് പഠിച്ചതും ഇത് പറയാൻ കാരണം എന്താ അറിയോ? മുഷിഞ്ഞ വേഷമാണെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ പഠിച്ച ഈ കൂട്ടുകാരനെ ചേർത്ത് നിർത്താൻ കാണിച്ച മനസ്സില്ലേ? ഇവിടെ ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഒരേ ബെഞ്ചിൽ നിന്ന് പഠിക്കുന്ന നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും ഇതേ മനസ്സോടുകൂടി തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ
തോളോട് തോൾ ചേർന്ന് പഠിക്കണം നിങ്ങൾക്ക് അവസരം ഉണ്ടാവട്ടെ. അത് പൊതുവിദ്യാലയങ്ങളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും ഇത് പാടട്ടെ. നഗമോ മോഗനളേ നീനജലീ തെളിസി. രാവിലിന്റെ പൂമുഖം കണ്ട് പുഴകം കൊണ്ട് നല്ലിനം കാറ്റ് കണ്ണാടി പുഴയിലെ പൂതിരകൾ കോളങ്ങൾ തീരാത്ത ദാഹത്തിൻ കൈയിലിട്ട് എത്തിപ്പെടാൻ എത്തുകില്ല മാറിയില്ലാടു നീ മിന്നൽ മഴ കയ്യിലിട്ട പെണ്ണഴകേ എത്തിപ്പെടാൻ എത്തുകില്ല ഉള്ളിലൊളിച്ചൊരു അങ്ങ് വാഴക്കോണില് അമ്പിളിക്കലക്കുള്ളില് കുറുത്തില് നീക്ക അവക്കുറുമ്പരന്ന് നെഞ്ചത്ത് വെറ്റിലച്ചില്ലവുമാ വലിഞ്ഞു കേറി എങ്ങോ. പാട്ട് പറഞ്ഞേ. ഇതെങ്കിലും നല്ല ശബ്ദത്തിൽ പറഞ്ഞേ. അടിപൊളി അടിപൊളി. ഇത് പാട്ടാണെന്നറിയാമോ? നമ്മൾ നേരത്തെ പാടിയ പാട്ടൊക്കെ ആരെങ്കിലും ഒരാൾ എഴുതിയ പാട്ടുകളാണ്. ആരെങ്കിലുമൊക്കെ എഴുതിയ പാട്ടാണ്. പക്ഷെ ഈ പാട്ട് ആരാണ് എഴുതിയതെന്ന് അറിയില്ല. പാടത്ത് പണിയെടുക്കുമ്പോൾ, മണ്ണിൽ പണിയെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൃഷിയുടെ ഭാഗമായിട്ട് സുന്ദരമായി ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടിയിരുന്നു. നാടോടി ഈണങ്ങൾ, നാടൻ പാട്ടുകൾ എന്നൊക്കെ പറയും. മാഷ്ക്ക് ഇഷ്ടം പോലെ അറിയാം. ഒഴിവുള്ള സമയത്തൊക്കെ മാഷോട് ചോദിക്കുക. ഞങ്ങൾ പാടി നടന്നിരുന്ന കുറേ ഈ പാട്ടൊക്കെ മാഷ്ക്ക് അറിയാം കേട്ടോ. ഇതൊക്കെ മാഷോട് ചോദിച്ചാൽ മാഷ പാടി തരും. ഓക്കെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കണ്ണനായി വന്നവനെ. ഇവനെ തൊഴുവാണ് എന്നും ജനത്തിരക്ക് ഈ പാട്ടുകളൊക്കെ നമ്മൾ പാടും. ഒറ്റപ്പിള്ളികൾ കളിക്കണമൊക്കെ. തകതാരം വിട്ടു തകതാരതിനന്തിരുന്നാരതിനന്തോം തകതാരം വിട്ടു തകതാരതിനന്തിരുന്നാരോ രാരിക്കുന്നാരോ ഹേരിക്കുന്നേരോ 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 പരുന്തേ 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 മാനത്ത ചെമ്പരുന്തേ കാറ്റിന്റെ താപ്പാടെ പോകും പരുന്തേ മാനത്ത ചെമ്പരുന്തേ പരുന്തേ ആടി വരും പരുന്തേ തെയ്യോം തകതാരോം വിട്ടോം തകതാരതിനന്തിനന്താരത്തിലെന്തോം തകതാരോം വിട്ടോം തകതാരതിനന്തിനന്താരോ രാരിക്കുന്നാരോ ഹേരിക്കുന്നേരോ ഹേരിക്കുന്നാരോ ഹേരിക്കുന്നേരോ അനകളെ കണ്ടതും പരുന്തേ മാനത്ത ചെമ്പരുന്തേ അറിയ വന്ന കുറാഞ്ചു പരുന്തേ മാനത്ത ചെമ്പരുന്തേ പരുന്തേ ആടി വരും പരുന്തേ തെയ്യോം തകതാരോം വിട്ടോം തകതാരതിനന്തിനന്താരത്തിലെന്തോം തകതാരോം വിട്ടോം തകതാരതിനന്തിനന്താരോ രാരിക്കുന്നാരോ ഹേരിക്കുന്നേരോ ഹേരിക്കുന്നാരോ ഹേരിക്കുന്നേരോ
കളകളിക്കണ്ടത് ചെമ്പരന്തേ മറുത്ത ചെമ്പരന്തേ പഴയ വന്നങ്ങൾ ചെമ്പരന്തേ മറുത്ത ചെമ്പരന്തേ കരന്തേ ആടി വരും കരന്തേ അയ്യോ തകതാരം കിട്ടും തകതാരതി നന്ദിരുന്നാരും അയ്യോ തകതാരം കിട്ടും തകതാരതി നന്ദിരുന്നാരും ആരിക്കുന്നാരും ചെയ്യും തകതാരം കിട്ടും തകതാരതി നന്ദിരുന്നാരും ഇതെന്തോ തകതാരം കിട്ടും തകതാരതി നന്ദിരുന്നാരും ആരിക്കുന്നാരും പിന്നെ മാഷ പാടിയ നീരാടുവാൻ നിലയിൽ നീരാടുവാൻ നിലയിൽ നീ എന്റെ വൈകി നീ എന്റെ വൈകി അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സ്, അതുപോലെ സുരേഷ് മാഷ്, അവരൊക്കെ ഈ അറേഞ്ച്മെന്റ്സ് ചെയ്തതിന് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. പ്രിയദർശൻ മാഷ്ക്ക് പ്രത്യേകമായിട്ട് ആശംസ പറയുന്നു. അതുപോലെ എല്ലാ ടീച്ചേഴ്സിനും സ്റ്റാഫിനൊക്കെ ആശംസകൾ അർപ്പിക്കുന്നു. രസകരവും വിജ്ഞാനപ്രദവുമായ കുറച്ചു സമയം നമുക്ക് നൽകാൻ ഇവിടെ എത്തിയ ശ്രീ പ്രിയദർശൻ മാസ്റ്റർക്ക് ഈ വിദ്യാലയത്തിന്റെ പേരിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി ജോലി ചേച്ചിക്കും പ്രിയപ്പെട്ട സുരേഷ് മാസ്റ്റർക്കും മറ്റ് അധ്യാപകർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാത്തിനു പുറമെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അകമഴിഞ്ഞ നന്ദി. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയദർശൻ മാഷിനെ ഒരിക്കൽ കൂടി നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.